അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സഹീം, സ്ഥലം മാഹി. എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്ത് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. ഇസ്ലാം ഏറ്റവും ഗുണകരമായി കാണുന്നത്, ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ ഏകദൈവ വിശ്വാസമാണ്. ഏറ്റവും ദോഷകരമായി കാണുന്നത് ബഹുദൈവ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് ഈ ഏകദൈവ ആരാധനയ്ക്ക് ഇത്ര പ്രാധാന്യവും? ബഹുദൈവ ആരാധനയിൽ തൻ്റെ ജീവിതം അർപ്പിച്ച ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അവർ മോക്ഷം പ്രാപിക്കുകയില്ലേ? എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഈ ഏകദൈവ ആരാധന മാത്രമേ ശരി, ബഹുദൈവ ആരാധന തെറ്റാണ് എന്നുള്ള ഈ വീക്ഷണം, സൽപ്രവർത്തനങ്ങൾ അർപ്പിച്ചാലും ഇങ്ങനെ പറയുന്നത് എന്താണെന്നുള്ള ഒരു വിശദീകരണം? ഒരു ഹിന്ദു സുഹൃത്തിന്റെ ചോദ്യം ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ആവർത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഏകദൈവാരാധന മാത്രം ശരി, ബഹുദൈവാരാധന തെറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ അത് അർഹമല്ലാത്തതാണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന ഒറ്റ വാക്കിലുള്ള ഉത്തരം. സട്ടാവായ തമ്പുരാന് മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞപ്പോ സ്രഷ്ടാവായ തമ്പുരാൻ അവന് ഹൃദയത്തെ ഏൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും സൃഷ്ടികൾ ആ രംഗത്തേക്ക് സ്യൂട്ടബിൾ ആകുമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പ്രാർത്ഥനകൾ സൃഷ്ടികളോട് നടത്താൻ പറ്റുമോ? നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് നാവും ഹൃദയവും ഒരേപോലെ പങ്കെടുക്കുന്നതാണ്. നാവ് സുന്ദരമായ പ്രാർത്ഥന ഉരുവിടുമ്പോഴും ഹൃദയത്തിനകത്ത് കുടിലമായ മനസ്സ് നമുക്കുണ്ടാകാം. ചിലപ്പോ ഹൃദയത്തെ കൃത്യമായി അറിയുന്നവന് മാത്രമേ അത് അറിയാൻ കഴിയൂ. നാവിനനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണെങ്കിൽ ഇവന്റെ ഹൃദയത്തിന്റെ കുടിലത അറിയാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ ചിലപ്പോ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അത് നമുക്ക് ആത്യന്തികമായി തിന്മയായി ഭവിക്കും. എന്ത് പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ അത് നമുക്ക് കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത് അത് കിട്ടാതിരുന്നത് നന്നായി. എന്താ അവിടെ? നമുക്ക് ആത്യന്തികമായി തിന്മയായി ഭവിക്കുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് അറിയുന്നവനാകണം പ്രാർത്ഥിക്കപ്പെടുന്നവൻ. ചുരുക്കത്തിൽ സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ കൃത്യമായി അറിയുന്നവൻ, അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ പാടൂ. ഇത് വളരെ വ്യക്തമാണ്, ഇത് വളരെ ബുദ്ധിപരമാണ്. മറ്റാരും പ്രാർത്ഥിക്കപ്പെടുവാൻ അർഹരല്ല, മറ്റാരും ആരാധിക്കപ്പെടാൻ അർഹരല്ല. അതുകൊണ്ട് ഇസ്ലാം അതിനെ എതിർക്കുന്നു. വളരെ കൃത്യമാണ് കാര്യം. സൃഷ്ടാവായ തമ്പുരാന് മാത്രം അർഹതയുള്ളത് അവനെ കൊടുക്കാവൂ. അതല്ലാത്തത് കൊടുത്താൽ എന്ത് തെറ്റ് എന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. ഒരു ഉദാഹരണം പറയാം. ഭാര്യ ഭർത്താവിന് മാത്രം നൽകേണ്ട കാര്യങ്ങളുണ്ട്. ഭർത്താവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കുന്നു. അവൾ ന്യായീകരിക്കുന്നു, ഭർത്താവിനെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്താ തെറ്റ്? ന്യായീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിൽ നിന്നുകൊണ്ട് അത് ശരിയായിരിക്കാം. പക്ഷേ അവിടെ മാനവികമായ തലത്തിലായിരുന്നാലും ഭർത്താവിന്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടായിരുന്നാലും അവിടെ മഹാ അപരാധമാണത്. എന്തുകൊണ്ടാണ് അപരാധം? അയാൾക്ക് മാത്രം അർഹതപ്പെട്ടത് അയാൾക്കേ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു പിതാവിനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിതാവിന് നൽകേണ്ട ബഹുമാനം, അത് നമ്മൾ പിതാവിന് നൽകേണ്ട കാര്യങ്ങൾ പിതാവിനാണ് നൽകേണ്ടത്. മാനുഷിക തലത്തിൽ പോലും പിതാവിനെ ഞാൻ ബഹുമാനിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾക്കുരങ്ങിന്റെ ചിത്രത്തിന്റെ മുന്നിൽ ഇങ്ങനെ ബഹുമാനത്തോടുകൂടി നിൽക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരാൾക്കുരങ്ങിന്റെ ചിത്രത്തിന്റെ മുന്നിൽ ബഹുമാനത്തോട് കൂടി നിൽക്കുന്നു. എന്തിനാ? ഞാൻ പിതാവിനെ ബഹുമാനിക്കുകയാണ്. പിതാവ് ഇത് കണ്ടാലോ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെ സട്ടാവിന് മാത്രം നൽകേണ്ടത് അവനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഒന്നുമല്ലാത്ത സൃഷ്ടികളെ, അവിടെ ബഹുദൈവം ഏകദൈവം എന്ന് പറഞ്ഞാൽ ഏകദൈവവും സൃഷ്ടിയാണെങ്കിൽ ഗുണമൊന്നുമില്ല ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. ഏകദൈവം ഒരു സൃഷ്ടിയെ, ഏകനായ ഒരു സൃഷ്ടിയെ നമ്മൾ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക, അത് ശരിയല്ല. അവിടെ സൃഷ്ടി പൂജയാണ് പ്രശ്നം.
ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നു. സൃഷ്ടിപൂജ എന്നുള്ളത് അത് അർഹതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിഷേധിക്കുന്നു. കാര്യം വളരെ വ്യക്തമാണ്.